137-ാം സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എന്റെ കൂട്ടുകാർക്കും സ്വാഗതം. ജോൺ 23-ാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നിങ്ങളുടെ ഭയങ്ങളെയല്ല, നിങ്ങളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ നിരാശകളെ കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ പൂർത്തീകരിക്കാത്ത കഴിവുകളെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ശ്രമിച്ചതും പരാജയപ്പെട്ടതുമായ കാര്യങ്ങളെ കുറിച്ചല്ല, നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ സാധിക്കട്ടെ. പ്രാർത്ഥനയോടെ നമ്മുടെ ഈ സ്നേഹ സംഗമത്തിന് തുടക്കം കുറിക്കാം. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി കുറവുകൾ ഉള്ളതുകൊണ്ട് തന്റെ കഴിവുകൾക്ക് കുറവ് വരുത്തില്ല എന്ന ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്ന കുമാരി ബിന്ദു കേടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഓ പാവനാത്മാവേ, പറന്നിറങ്ങേണമേ, നിന്റെ ശുദ്ധി എന്റെ ഹൃദയം ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങേണമേ, നിന്റെ ശുദ്ധി എന്റെ ഹൃദയം ഇന്നു നീ നിറയ്ക്കണേ. ഓ സ്വർഗശക്തിയെ, ശക്തി എന്നിലേകണേ. ഓ സ്വർഗശക്തിയെ, ശക്തി എന്നിലേകണേ. ദൈവസ്തുതി പാടിടാൻ എന്നിൽ സ്നേഹം നൽകണേ. ദൈവസ്തുതി പാടിടാൻ എന്നിൽ സ്നേഹം നൽകണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങേണമേ, നിന്റെ ശുദ്ധി എന്റെ ഹൃദയം ഇന്നു നീ നിറയ്ക്കണേ. ഓ സ്വർഗകനലേ, നാവിലെന്നെ തൊടണേ. ഓ സ്വർഗകനലേ, നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം വാനിലെങ്ങും ഘോഷിക്കാം. യേശുനാമം പുണ്യനാമം വാനിലെങ്ങും ഘോഷിക്കാം. ഓ പാവനാത്മാവേ, പറന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എന്റെ ഹൃദയം ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങേണമേ. അടുത്തതായി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് സ്വാഗതം അർപ്പിക്കുക എന്നതാണ്. ദർശനയുടെ ഏത് പരിപാടിയിലും ചുറുചുറുക്കോടെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന കുമാരി ഷാലി വെങ്ങണിശ്ശേരിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തപ്പെടുന്ന 137-ാമത്തെ സ്നേഹസംഗമത്തിലാണല്ലോ നാം എല്ലാവരും. ഏതൊരു മീറ്റിംഗിന്റെയും ആരംഭത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി തന്നെ നമ്മുടെ പ്രിയങ്കരനായി ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന ദർശന ക്ലബിന്റെ ഡയറക്ടർ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ TMI എന്നിവരെ ഹാർദമായി അതീവ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മുഖ്യ അതിഥിയായി വന്നു ചേർന്ന ഡോക്ടർ അനീഷ് മാധവൻ, BDS, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശൂർ എന്നിവരുകളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദർശന ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ ഷിബിൻ ഹാരി, സെക്രട്ടറി ജ്വലന TS എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദർശന ക്ലബിന്റെ PRO ശ്രീ പിയൂസ് KP എന്നിവരെ അതീവ താല്പര്യത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ റിപ്പോർട്ട് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന ശ്രീ ജോസ് കൊരട്ടി എന്നിവരെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പ്രോഗ്രാം വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന ലീന MG നാട്ടിക എന്നിവരെ അതീവ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന വളരെ മനോഹരമായി ആലപിച്ച ബിന്ദു KD മണലിക്കാട് എന്നിവരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയുവാൻ എത്തിയ ശ്രീ ജിഫിൻ KJ കൂനമാവ് എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗ്രൂപ്പിനെ വളരെയധികം മനോഹരമായി ഉത്തരവാദിത്തോടെ കൊണ്ടുപോകുന്ന ലില്ലി ആറ്റത്തറ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹസംഗമത്തിൽ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി എന്റെ പേരിലും ഈ ദർശന ക്ലബിന്റെ പേരിലും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമസ്കാരം, നന്ദി. അടുത്തതായി എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ വ്യക്തവും ശക്തവുമായി ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുക എന്നതാണ്. അതിനായി
ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. 2018 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിത 2 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിത 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിത 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിത ശിങ്കാരിപ്പുഴ ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്കുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കൊണ്ടവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കൊണ്ടവരുമായിട്ടുള്ള 436 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. ദർശന അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനും വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏദൻ ഗ്രൂപ്പ്. മക്കളില്ലാത്തതിന്റെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 7000 പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസങ്ങൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായ ഉന്നമനത്തിന് വേണ്ട ധ്യാനങ്ങൾ, ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലൂർ ക്രൈസ്റ്റ് കോളേജിൽ വെച്ച എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അത്ലറ്റ് മീറ്റും വീൽ ചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും ഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായി ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഓൺലൈനിലൂടെ സ്നേഹസംഗം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിംഗിലൂടെ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. സ്നേഹം നിറഞ്ഞവരെ, 20/1/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 136ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട് അവതരണം ശ്രീ സിജോൺ കൊരട്ടി, പ്രാർത്ഥന ശ്രീ പീറ്റർ ശരത്ത, സ്വാഗതം PRO ശ്രീ പിയൂസ് കോട്ടപ്പുറം, റിപ്പോർട്ട് കുമാരി ലീന MJ നാട്ടിക, റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷ പ്രസംഗം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം. കാഴ്ച പരിമിതരായ വ്യക്തികളുടെ വിജയത്തിനും അഭിനന്ദനങ്ങളും സ്വാഗതവും ഭക്ഷണവും അനുമോദനങ്ങളും കൊടുക്കുകയുണ്ടായി.
ഫുട്ബോൾ കിറ്റ് കൊടുത്തു. ഇന്ന് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട്. 26-ാം തീയതി ഫാഷൻ ഷോ ഉണ്ട്. എല്ലാവരും പങ്കെടുക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്ത റവറൻഡ് ഫാദർ ഡൊണാൾഡ് പുലിക്കോട്ടിൽ CMI അച്ഛനായിരുന്നു. ഈ സ്നേഹസംഗമത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പരിധിയില്ലാതെ സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മയാണിത്. നിങ്ങൾ പലതരത്തിൽ വേദനകൾ അനുഭവിക്കുന്നവരാകാം. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ പലതരം കഴിവുകളുള്ളവരാണ്. ഈ കൂട്ടായ്മയിൽ ഇനിയും കൂടുതൽ ആളുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യ അതിഥിയായിരിക്കുന്നത് ഡോക്ടർ PV ശ്രീദേവി BIMDA മേഡമായിരുന്നു. ആദ്യമായാണ് ഞാൻ ഈ ഗ്രൂപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞാൻ റിട്ടയർഡ് ഒരു ആയുർവേദ ഡോക്ടറാണ്. നമ്മുടെ കഴിവുകളെ കണ്ടെത്തി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. ഞാൻ കുറെ നേരം സംസാരിച്ചത് കൊണ്ട് കാര്യമില്ല. ഇവിടെ ഈ യോഗത്തിൽ വരാൻ കാരണം ലില്ലി വഴിയാണ്. ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി തരാം. അങ്ങനെ കുറെ പേർ സംശയങ്ങൾ ചോദിക്കുകയും ശരിയായ മറുപടിയും തരികയും ചെയ്തു. എല്ലാവർക്കും തൃപ്തി വരികയും ചെയ്തു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യോഗ അവസാനം നന്ദി പറഞ്ഞത് കുമാരി ലില്ലി ആറ്റത്ര. യോഗം അവസാനിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ലീഡർ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി നമുക്ക് ഏറെ പ്രിയങ്കരനായ ദർശന ക്ലബ് പ്രസിഡന്റ് ശ്രീ ഷിബിൻ ഹാരിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മുടെ എല്ലാമായ പ്രിയങ്കരനായ നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകനും കൂടിയായ നമ്മുടെ സോളമനച്ച, ഡോക്ടർ അനീഷ് മാധവ സാർ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഇന്ന് വന്നിരിക്കുന്ന ഇപ്പൊ നമ്മള് ഈ സ്നേഹസംഗമം 136-ാമത്തെ സ്നേഹസംഗമം വരെ എത്തി നിൽക്കുകയാണ് ഇപ്പോ. അതോടുകൂടി ഇന്നലെ മനോഹരമായ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. വിഭിന്നുള്ള പ്രോഗ്രാമുകൾ ഇന്നലെ നടന്നു. അപ്പോ അതില് അവാർഡ് നേടുകയും നമ്മൾ ഉണ്ടായിരുന്നു. പ്രത്യേക ഏതായാലും ഇനി ഞാനൊരു വർക്കിൽ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മുടെ അച്ഛനും എല്ലാവരും ഉണ്ട്. അപ്പൊ മറ്റുള്ള പരിപാടികളിലേക്ക് കടക്കാം. താങ്ക് യു വെരി മച്ച്. അടുത്തതായിട്ട് നമ്മള് ഒരു പ്രത്യേകതയുള്ള നിമിഷമാണ്. നമ്മളുടെ ദർശന ക്ലബിന്റെ ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI ആണ് ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് നമ്മുടെ തന്നെ ഗൂഗിൾ മീറ്റ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. അതിലേറെ സന്തോഷമുണ്ട്. അപ്പൊ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കണം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തന്നെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടി വന്നല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. അപ്പം എന്തായിരുന്നാലും ഇന്നത്തെ വിശിഷ്ട അതിഥികളായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ, അതുപോലെ തന്നെ ഇന്നത്തെ അധ്യക്ഷ പദവി അലങ്കരിച്ച ഷിബിൻ ഹാരി, അതുപോലെ തന്നെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഈ ഗ്രൂപ്പിൽ എത്തിച്ചേർന്നിരിക്കുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഒത്തിരിയേറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളൊക്കെ പ്രബുദ്ധരായി തീർന്ന് ഉയരങ്ങളിലെത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒരു ചെറിയ തോട്ട് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടത്. ദുർബല മനസ്സ് ഒരു ഭൂതക്കണ്ണാടി പോലെയാണെന്ന് പറയുന്നത്. ദുർബല മനസ്സുള്ള വ്യക്തികളുടെ ഒരു ഭൂതക്കണ്ണാടിയാണെന്ന്. ഈ ഭൂതക്കണ്ണാടിയിലെ ചെറിയ കാര്യങ്ങൾ വലുതാക്കി കാണുകയും വലിയ കാര്യങ്ങൾ പതിയാതിരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയാം. ചെറിയ കാര്യങ്ങളൊക്കെ വലുതാക്കി കാണാനായിട്ട് സാധിക്കും, എന്നാൽ വലിയ കാര്യങ്ങളൊക്കെയോ അത് പതിയാതെ പോവുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും ദുർബല മനസ്സിന് ഉടമകളാണെന്നാണ് നമ്മൾ പലപ്പോഴും പലവരെ പറ്റി പറയേണ്ട ഇട വരുന്നത്. കാരണം നമ്മള് സ്ട്രോങ് മൈൻഡ് അല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങള് അതിന്റെ പുറകെ നമ്മൾ പോകുന്ന വ്യക്തികളാണ്. കൊച്ചു കാര്യങ്ങളുടെ പുറകെ അത് ഇണങ്ങ അല്ലെങ്കിൽ അവിടെ പിച്ചി നുള്ളി ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. അതാണ് നമ്മുടെ ഭൂതക്കണ്ണാടി പോലെ വലുതായിട്ട് നമ്മൾ കൊട്ടിഘോഷിക്കുക. പക്ഷെ വലിയ കാര്യങ്ങളോ നമ്മുടെ ഉള്ളിൽ ഒന്നും പതിയാതെ പോകണം. അപ്പൊ നമ്മൾ മാറ്റം വരുത്തേണ്ടത് നമുക്ക് വലിയ കാര്യങ്ങളാണ് നമുക്ക് വലുതായിട്ട് കാണുകയും അതിന് മോശപരമായിട്ടുണ്ടെങ്കിൽ അത് മോശമായിട്ടുള്ളത് അത് മാറ്റാനായിട്ട് പരിശ്രമിക്കുക, നല്ലതാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഈ ചെറിയ കാര്യങ്ങൾ നമ്മള് ലീസ്റ്റ് ബോധേഡ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് തന്നെ നമ്മൾ തയ്യാറാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മളെ കൊച്ചു കാര്യങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കുക എന്നുള്ളതൊക്കെ പറയും. അങ്ങനെ ചെറിയ കാര്യങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കാനായിട്ട് നമ്മൾ പോകരുത് എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, ചെസ്റ്റർട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞതാണ്. ചെസ്റ്റർട്ടൺ ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഇന്നത്തെ തോട്ടായിട്ട് ഞാൻ തരികയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിലും.
ഇന്നലെ നമ്മൾ ഏകദേശം ഒരു 10-20ഓളം പേര് നമ്മുടെ അവാർഡ് ഒരു പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെയൊക്കെ വിളിച്ച് അവാർഡൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പ്രഗത്ഭരാണ്. ഇതിൽ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും എന്തിനും ഏതിനും വന്ന വ്യക്തികളായിട്ട് മാറി എന്നുള്ളതാണ്. ഏത് തരത്തിലാണ് അവന് വളരാൻ പറ്റുക ആ തലങ്ങളിലേക്കൊക്കെ വളരാനായിട്ട് നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അതുവഴിയായിട്ട് നമുക്ക് അവിടെ അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ഒക്കെ കിട്ടി. അത് നന്നായിട്ട് ഇന്നലെ വന്ന് നടന്നു. പക്ഷെ ഇച്ചിരി ലേറ്റ് ആയി പോയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്കൊരു അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു അംഗീകാരമാണ്. അപ്പൊ അത് ഇന്നലെ ലഭ്യമായി. എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദനങ്ങളും പിന്നെ തുടർന്ന് പോകാനായിട്ടുള്ള പ്രചോദനവും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത്, നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ബ്ലൈൻഡ് ഫുട്ബോളിന് നമുക്ക് സെക്കൻഡ് കിട്ടാനായിട്ട് വനിതാ വിഭാഗത്തിനും പുരുഷ വിഭാഗത്തിനും 2ാം സ്ഥാനം കിട്ടാനായിട്ട് ഇടയായി. അവരൊക്കെ നമ്മൾ വിളിച്ച് ആദരിക്കുകയുണ്ടായി. ഏറ്റവും നന്നായിട്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പൊ വനിതാ പുരുഷ വിഭാഗങ്ങൾ അവരൊക്കെ ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നേടിയിട്ടുള്ളവർക്ക്, അതായത് അതിൽ പങ്കെടുത്ത് നേട്ടങ്ങൾ കൊയ്തവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇനിയും തുടർന്ന് ഉന്നതങ്ങളിൽ എത്താനായിട്ട് അവർക്ക് സാധിക്കട്ടെ. നാഷണൽ കോമ്പറ്റീഷൻ ഇനി വരികയാണ്. ഇത് സൗത്ത് വെസ്റ്റ് സോൺ കോമ്പറ്റീഷൻ ആയിരുന്നു. ഇനി വരാൻ പോകുന്നത് നാഷണൽ കോമ്പറ്റീഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് 2ാം സ്ഥാനം കിട്ടിയത് കൊണ്ട് തന്നെ അപ്പൊ രണ്ടുപേരും രണ്ടു കൂട്ടരും പുരുഷ വനിതാ വിഭാഗങ്ങളെല്ലാം നാഷണൽ പോകാനും ഉന്നത വിജയം നേടുവാനും സാധിക്കട്ടെ എന്ന് നമുക്ക് ഫസ്റ്റ് ചാമ്പ്യന്മാരായിട്ട് തന്നെ നാഷണൽ ലെവലിൽ തിരിച്ചു വരാനായിട്ട് സാധിക്കും. ഇതിനേക്കാളും വലിയ സ്വീകരണം അവർക്ക് ഒരുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവർക്കൊക്കെ നമ്മളൊരു ഫുട്ബോൾ കിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഷൂ അടങ്ങുന്ന ഒരു കിറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി ബാക്കിയുള്ളതൊക്കെ ഇനിയുള്ള മത്സരം കഴിയുമ്പോൾ അത് അവർക്ക് ലഭ്യമാകും. അപ്പൊ ഇപ്പൊ ഷൂ ആണ്, അതിന്റെ ഒരു കിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഷിൻ ഗാർഡും ബാക്കിയുള്ളതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് എല്ലാവരും അത് പ്രോത്സാഹനമായിട്ട് കരുതുകയും മുന്നോട്ട് പോവുകയും ചെയ്യണം. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം, കഴിഞ്ഞ അതായത് ഈ മാസം ജനുവരി മാസം 11-ാം തീയതി ദർശന ക്ലബ്ബ് രജിസ്റ്റേർഡ് ആയ വിവരം നിങ്ങളെ അവരെ അറിയിക്കണം. ദർശന ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ദർശന സർവീസ് സൊസൈറ്റി ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ ദർശന ക്ലബ്ബും രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. അതായത് TSR TC 70-20-24 എന്നാണ് അതിന്റെ നമ്പർ നമുക്ക് കിട്ടിയിരിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ. അതിന്റെ എല്ലാ പ്രഥമ നടപടികളെല്ലാം ചെയ്തു കഴിഞ്ഞു. രജിസ്റ്റർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു എന്നുള്ള വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മളൊരു കൂട്ടായ്മ നടത്തി അതില് പ്രസിഡന്റ് സെക്രട്ടറി ആണെന്നും പറഞ്ഞിട്ട് നമ്മളൊരു അപേക്ഷ നമ്മൾ വെക്കും. ഇങ്ങനെ ഞങ്ങൾക്ക് ദർശന ക്ലബ്ബ് ഫോം ചെയ്യണമെന്ന് നമ്മൾ അപേക്ഷ വെക്കും. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ 14 ദിവസത്തിനുള്ളിൽ 11-ാം തീയതിയാണ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞത്. 14 ദിവസത്തിനുള്ളിൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചുകൂട്ടി അത് ആദ്യ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള ഒരു നിയമമുണ്ട്. പിന്നെ എല്ലാ വർഷവും നമുക്ക് തെരഞ്ഞെടുപ്പല്ല, 2 വർഷത്തിലാണ് ഒരിക്കൽ തെരഞ്ഞെടുപ്പ് വരുള്ളൂ. ആരെങ്കിലും ലീവ് ചെയ്ത് പോയാൽ അതിന് പകരം വേറെ ആളെ വെക്കുക എന്ന് മാത്രമേ ഇതിൽ ഇനി ചെയ്യാനായിട്ടുള്ളൂ. അല്ലെങ്കിൽ 2 വർഷം എത്തുമ്പോഴാണ് ദർശന ക്ലബിന്റെ ജനറൽ ബോഡി നടക്കുക. എല്ലാ വർഷവും ജനറൽ ബോഡി നടക്കും. 2 വർഷം എത്തുമ്പോൾ ഇലക്ഷൻ നടക്കും. 3 വർഷം എത്തുമ്പോഴാണ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഇലക്ഷൻ നടക്കുക. അത് നിങ്ങളെ എല്ലാവരും അറിയിക്കേണ്ടത് എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം പോകുന്നത് എന്നുള്ളത്. അപ്പൊ രജിസ്റ്റേർഡ് സ്വഭാവം നമുക്ക് ഇനി ദർശന ക്ലബ്ബ് പേരെടുത്ത് പറയാനായിട്ട് നമുക്ക് സാധിക്കും. ആർക്കും പേടിയൊന്നും വേണ്ട. ദർശന ക്ലബ്ബ് രജിസ്റ്റേർഡ് അല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയുന്നത്. ദർശന ക്ലബ്ബ് രജിസ്റ്റേർഡ് ആണ്, വളരെ ഭംഗിയായിട്ട് പോകുന്നു. അപ്പൊ അതിന്റെ ഇലക്ഷൻ കഴിഞ്ഞിരുന്നു. ആ ഇലക്ഷൻ കഴിഞ്ഞ വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോ ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കും ദർശന ക്ലബിന്റെ പ്രസിഡന്റിനെ നിയമിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇലക്ഷൻ അല്ല, നിയമിക്കലാണ്. അതാണ് നിയമത്തിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ആ നിയമം അംഗീകരിക്കപ്പെട്ടതുകൊണ്ട് അത് നിയമിക്കുകയായിരുന്നു. അങ്ങനെ ഷിബിൻ ഹാരിയെ ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി മുതൽ അദ്ദേഹമായിരിക്കും ഒഫീഷ്യലായിട്ട് തന്നെ പ്രസിഡന്റായിട്ട് നിലനിൽക്കുക അടുത്ത 2 വർഷത്തേക്ക്. പിന്നെ അതിന്റെ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തത്. നമ്മൾ ദർശന സർവീസ് സൊസൈറ്റി 3 വ്യക്തികളെ ഗവേണിംഗ് ബോഡിയിലേക്ക് നൽകുകയുണ്ടായിരുന്നു. അതിൽ 3 വ്യക്തികൾ ഇവരാണ്: വിപിൻ വർഗീസ്, സിനിക്ക സെബാസ്റ്റ്യൻ, ഡോക്ടർ സാന്ദ്ര എന്നിവരെയാണ് 3 പേരെ ഗവേണിംഗ് ബോഡിയിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 3 പേരെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മൊത്തം 6 പേരിൽ നിന്ന് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് വിപിൻ വർഗീസിനെയാണ് വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിപിൻ വർഗീസ് അമല മെഡിക്കൽ കോളേജിൽ സേവനമനുഷ്ഠിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് സിനിക്ക സെബാസ്റ്റ്യനെയാണ് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി മുതൽ സെക്രട്ടറി സിനിക്ക സെബാസ്റ്റ്യൻ ആയിരിക്കും.
നാലാമതായിട്ട് വൈസ് പ്രസിഡന്റ് ആയിട്ട് ജോയിന്റ് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കുന്നത് ജൊലനയാണ് ജോയിന്റ് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ജൊലനയായിരിക്കും ഇനി വൈസ് പ്രസിഡന്റ് ആയിട്ട് തുടരുക. ട്രഷറായിട്ട് അതായത് ഖജാൻജി ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഡോക്ടർ സാന്ദ്രയാണ്. അതുപോലെ തന്നെ 2 ഗവേണിംഗ് ബോഡി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ഒന്ന് ബിനിമോൻ മണവാളൻ, പിന്നെ പ്രിൻസ് എന്നിവര്. അങ്ങനെ ഒരു 7 പേരുടെ ഒരു ടീമാണ് ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്. അപ്പൊ 7 പേരും നമ്മൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അവരുടെ മെമ്പേഴ്സിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇനി ഒഫീഷ്യലായിട്ട് തന്നെ അത് മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾക്ക് 2 ഒന്ന് ക്ലബുണ്ട്, ഒന്ന് സൊസൈറ്റി ഉണ്ട്. രണ്ടും നമ്മൾ രജിസ്റ്റേർഡ് ആണ്. ഇനി അങ്ങനെ പേടിക്കാനുള്ള അവസരങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ സൊസൈറ്റി മാത്രമേ ഇപ്പൊ അക്കൗണ്ട് ഉള്ളൂ. അക്കൗണ്ട് ഓഡിറ്റിംഗ് പരിപാടികളൊക്കെ സൊസൈറ്റിയിൽ മാത്രമേ ഉള്ളൂ. അത് തുടർന്നും അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും. ദർശന ക്ലബ്ബ് അതിന്റെ യൂണിറ്റ് ആയിട്ട് തന്നെ തുടരുന്നതായിരിക്കും. ദർശന സർവീസ് സൊസൈറ്റിയുടെ യൂണിറ്റ് ആയിട്ട് തന്നെ തുടരുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഓഫീസിൽ ഒരു ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ജയശ്രീ മാഡം ആയിരുന്നു ഇത്ര നാള് മാനേജറായിട്ടുണ്ടായിരുന്നത്. മാനേജർ 2.5 മാസം അത് ഭംഗിയായിട്ട് കൊണ്ടു നടന്നു. പക്ഷെ പലപ്പോഴും കണക്ക് എന്നുള്ള ഒരു കീറാമുട്ടിയായിട്ട് അത് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊരിക്കലും അത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല, കണക്ക് എഴുതാനായിട്ട് പറ്റുന്നില്ല. അതൊരു വലിയൊരു ഒരു ബാധ്യതയായിട്ട് മാറിയായിരുന്നു. നമുക്ക് ഇപ്പോഴും അതൊരു തലവേദനയായിട്ട് നിൽക്കണം. 1 മാസത്തെ കണക്ക് അത് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ലാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അതങ്ങനെ നിലനിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ജയശ്രീ മാഡം വളരെ വ്യക്തമായിട്ട് നമ്മളോട് വളരെ സ്നേഹത്തോടെ നമ്മളോട് പറഞ്ഞു, അച്ഛ ഇനി തുടർന്ന് പോകാനായിട്ട് എനിക്ക് പറ്റുകയില്ല. കാരണം കണക്ക് അച്ഛനൊരു വേദനയായിട്ട് മാറാനായിട്ട് സാധിക്കാത്തത് കൊണ്ട്, താല്പര്യമില്ലാത്തത് കൊണ്ട് ആള് റിസൈൻ ചെയ്യാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ആള് റിസൈൻ ചെയ്തു. സ്വർണ ജെയ്സൺ എന്ന് പറഞ്ഞ പേരിലെ ഒരു സഹോദരിയാണ് ഇപ്പോൾ നമ്മുടെ മാനേജറായിട്ട് തുടർന്ന് പ്രവർത്തിക്കുക. സ്വർണ ജെയ്സൺ M.Com പഠിച്ച വ്യക്തിയാണ്. കമ്പ്യൂട്ടർ അത്ര എക്സ്പെർട്ട് അല്ലെങ്കിലോ കമ്പ്യൂട്ടർ പഠിച്ചു വരുന്നു. അപ്പൊ ഇനി മുതൽ സ്വർണ ജെയ്സൺ ആയിരിക്കും നമ്മുടെ മാനേജറായിട്ട് തുടർന്ന് പ്രവർത്തിക്കുക. അപ്പൊ ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഫെബ്രുവരി മാസത്തിലാണ് നമ്മൾ ബഡ്ജറ്റുകളെല്ലാം തയ്യാറാക്കേണ്ടത്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തേക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യേണ്ടത് ഫെബ്രുവരി മാസത്തിലാണ്. അപ്പൊ എല്ലാവരും തന്നെ ഫെബ്രുവരി മാസത്തില് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോഗ്രാമുകൾ ഞാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എല്ലാ ഗ്രൂപ്പുകളിലും കയറുമ്പോൾ പറയാറുണ്ട്, മീറ്റിങ്ങുകളൊക്കെ നടത്തുമ്പോൾ പറയാറുണ്ട്. അതായത് 1 വർഷത്തേക്കുള്ള പ്ലാനുകൾ നിങ്ങൾ നേരത്തെ തന്നെ സെറ്റാക്കുക. എന്തൊക്കെയാണ് യൂട്യൂബിൽ വഴി എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലായ്പ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കണം ഓരോ ഗ്രൂപ്പും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പ്രീ പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരു ഇയർലി പ്ലാൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇയർലി പ്ലാൻ ഇല്ലെങ്കിൽ പലപ്പോഴും ഇതെല്ലാം നെഗറ്റീവായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രമാണ്. പ്രീ പ്ലാൻ ഉണ്ടാകുക, ഇയർലി പ്ലാൻ ഉണ്ടാവുക, അതനുസരിച്ച് നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കണം. അപ്പൊ ഒരു യൂട്യൂബ് പ്രോഗ്രാം ചെയ്യുന്നു, അതിൽ എത്ര പൈസ വേണം, എങ്ങനെ വരണം, എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം പ്ലാൻ ചെയ്തിട്ട്, ഇത് നമ്മൾ ഈ കൊച്ചു പ്രോഗ്രാമാണ്. അപ്പൊ ഈ കൊച്ചു പ്രോഗ്രാം നമ്മൾ അത്രമാത്രം കൂലങ്കഷമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വലിയ കാര്യങ്ങൾ, കർത്താവ് പറയുന്ന പോലെ കൊച്ചു കാര്യങ്ങൾ വിശ്വസ്തനായിരുന്ന വലിയ കാര്യങ്ങൾ നിന്നെ ഫലമേൽപ്പിക്കും എന്ന് പറഞ്ഞ പോലെ കൊച്ചു കാര്യമാണ്. നമ്മൾ ചെയ്ത് പഠിക്കാനായിട്ട് ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതെന്തിനാ ഇതൊക്കെ ചെയ്യണം, നമുക്ക് ഇത് ഇത്ര ഒന്നല്ലല്ലോ, അത് ക്ലബ്ബ് ചെയ്താൽ പോലെ അല്ലെങ്കിൽ സൊസൈറ്റി ചെയ്താൽ പോലെ. അതല്ല, ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ടത് നിങ്ങൾ ഭംഗിയായിട്ട് ചർച്ച ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് അത് പ്രോഗ്രാം സെറ്റ് ചെയ്യണം. ഫെബ്രുവരി ലാസ്റ്റത്തോട് കൂടിയിട്ട് അത് ഓരോരുത്തരും ബഡ്ജറ്റും ഇയർലി പ്ലാനും സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഭംഗിയായിട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ തോന്നുന്ന സമയത്ത് തോന്നുന്ന പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ പറയും, അച്ഛൻ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത്ര നന്നായിരുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും. പിന്നെ മറ്റൊരു കാര്യം കൂടി, അപ്പൊ നമ്മളത് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോവാം. മാർച്ചില് നമ്മുടെ അതായത് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ് മാർച്ച് മാസം. അപ്പൊ നമ്മുടെ കണക്കുകളെല്ലാം നേരത്തെ തന്നെ ഒരു 20-ാം തീയതിക്ക് മുമ്പ് തന്നെ എല്ലാം ക്ലോസ് ചെയ്യണം. അപ്പൊ അതനുസരിച്ചുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കടങ്ങളോ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാം നോക്കി എവിടെയാണ് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കണം. അപ്പൊ അത് ഈ ദിവസങ്ങളിൽ തന്നെ എല്ലാവരും അത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാം. മാനേജർ നമുക്ക് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പുതിയ മാനേജറുടെ സ്വരം നിങ്ങൾക്ക് കേൾക്കാം. പഴയ മാനേജറോട് നമുക്കൊരു നന്ദി പറയാം. അതിനുള്ള സജ്ജീകരണം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. പിന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്, ഞാൻ പലപ്പോഴും ഒരു കംപ്ലൈന്റ് പോലെ കേട്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ ഗ്രൂപ്പിലെ സ്നേഹസംഗമത്തിൽ, ഞാൻ കയറുന്ന സ്നേഹസംഗമത്തില് അടുത്ത ആഴ്ചക്കോ അല്ലെങ്കിൽ 2-3 ആഴ്ചക്കോ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും വളരെ മുന്നോടിയായിട്ട് ഞാൻ പറയാറുണ്ട്.
അതും പറയാറുണ്ട്. പിന്നെ ലീഡേഴ്സ് ടീമിൽ എന്താണ് അത്യാവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ അത് വോയിസ് ഇടാറുണ്ട്. ഇതെല്ലാ വോയിസും നിങ്ങൾ അവരവരെ ഗ്രൂപ്പുകളിൽ കൊണ്ടുപോയി ഇടേണ്ടതാണ്. ഇപ്പൊ ഇന്നലെ ഒരു സംഭവം, ഒരു ഇൻസിഡന്റ് ഞാൻ കേൾക്കാനായിട്ടിടയായി. എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല ഇങ്ങനെ ഒരു ഫാഷൻ ഷോ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു അവാർഡ് ദാനമുണ്ട് എന്ന് ഞങ്ങളെ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് പലരും കംപ്ലൈന്റ് ചെയ്തു. അപ്പൊ എന്നോടല്ല കംപ്ലൈന്റ് ചെയ്ത് വേറെ പലരും, അവരാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇതെല്ലാം വോയിസ് നിങ്ങൾ കേൾക്കുന്നത്? അതൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ സമയമില്ല, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് ലീഡേഴ്സ് അങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരാളല്ല, രണ്ടുപേരല്ല, ലീഡേഴ്സുമാർക്ക് ഈ പണി മാത്രമല്ല, പ്രത്യേകിച്ച് മാനേജറായാലോ അച്ഛനായാലോ മറ്റുള്ളവർക്കൊക്കെ ഈ പണി മാത്രമല്ല. അതുകൊണ്ടാണ് എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇതിന്റെ വോയിസ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, നേരത്തെ ബുക്ക് ചെയ്യണം, നേരത്തെ പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ഒന്നും കേൾക്കാതെ പിന്നീട് എപ്പോഴെങ്കിലും തല്ലുണ്ടാക്കാനായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന നിലയ്ക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് വടി പിടിച്ചു വരുന്നത്. അപ്പൊ അതങ്ങനെ ഉണ്ടാവല്ലേ, പ്രത്യേകിച്ച് ദയവ് ചെയ്തിട്ട്. അപ്പൊ അത് ദുർബല മനസ്സാണ് കൊച്ചു കാര്യങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കാം. അപ്പൊ അങ്ങനത്തെ ദുർബല മനസ്സുകളുള്ളവരൊക്കെ ശക്തരായി തീരുവാനായിട്ട് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കണം. അപ്പൊ അങ്ങനെ എന്നിട്ട് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയൊന്നും ഉണ്ടാകരുത്. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇന്നേ ദിവസം ഒരു പ്രോഗ്രാം ഇന്നിവിടെ നടക്കുന്നുണ്ട്. വിധവാ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സാഗർ ഭവനിലെ പള്ളിയിൽ വെച്ചിട്ട് തിരുമണിക്കൂർ ആരാധന നടക്കുന്നുണ്ട്. സാധിക്കുന്നവർക്കൊക്കെ വരാവുന്നതാണ്. അത് വിധവാ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. അത് ഭംഗിയായിട്ട് ഇനി തുടർന്ന് പോവുകയാണെങ്കിൽ അതൊരു വിപുലമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇവിടെ നടന്നു പോകുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നു. ഇനി അടുത്ത ഫെബ്രുവരി 10-ാം തീയതിയാണ് സ്റ്റേറ്റ് ലെവൽ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ നടക്കുക. സ്റ്റേറ്റ് ലെവൽ, ക്ലിയർ ആയിട്ട് കേൾക്കണം, സ്റ്റേറ്റ് ലെവൽ സ്വിമ്മിംഗ് നീന്തൽ ടൂർണമെന്റ് നടക്കുക. അപ്പൊ എല്ലാവർക്കും സാധിക്കുന്നവരെല്ലാവരും തന്നെ, പഠിച്ചവരായിട്ടുള്ളവരെല്ലാവരും തന്നെ വന്ന് പങ്കെടുക്കുക. ഇതില് നമുക്ക് ക്വാളിഫൈഡ് നേടിയവർ മാത്രമേ നാഷണൽ ലെവലിലേക്ക്, ദേശീയ തലത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന്റെ ടൈമിംഗ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനിയൊക്കെ എല്ലാം സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്പോർട്സ് കൗൺസിൽ നമ്മുടെ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്പോർട്സിനൊക്കെ അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ട് അപ്പൊ നമ്മളെല്ലാം വളരെ വാല്യുബിൾ ആയിട്ട് മാറുന്നു. നമ്മൾ ഏത് പ്രസ്ഥാനത്തിൽ പങ്കെടുത്താലും അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സ്പോർട്സ് കൗൺസിൽ ഇനി ഗ്രേസ് മാർക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ലീവ് കിട്ടണമെങ്കിൽ ഇതൊക്കെ സ്പോർട്സ് കൗൺസിലിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടും. ജോലി കിട്ടണമെങ്കിൽ അതും കിട്ടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നന്നായിട്ട് അത് നല്ല വ്യക്തമായിട്ട് പഠിക്കുകയും മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കണം. മാർച്ച് 22-ാം തീയതിയാണ് ഗ്വാളിയർ, മധ്യപ്രദേശിലെ ഗ്വാളിയറിലാണ് ദേശീയ തല ടൂർണമെന്റ്, സ്വിമ്മിംഗ് ടൂർണമെന്റ് നടക്കുക. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഭംഗിയായിട്ട് നടക്കണം. നമുക്കൊരു എക്സ്പോ വരുന്നുണ്ട് ചെന്നൈയിൽ വെച്ച്. എക്സ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദർശനം നടക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാരുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം പ്രദർശനമായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ താല്പര്യമുള്ളവര് പവലിയനൊക്കെ നമുക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് അവിടെ മെറ്റീരിയൽസ് കൊണ്ടുപോയി വിൽക്കുകയും അതിന്റെ ലാഭം നമുക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എടവിലങ്ങ് എന്നുള്ള സ്ഥലത്ത് ഞാൻ സ്പോർട്സിന്റെ പഞ്ചായത്ത് മേള ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയും ഒത്തിരി വ്യക്തികള്, എനിക്കൊരു സമ്മാനം തന്നെ കിട്ടിയത് ഭാസ്കർ എന്ന് പറഞ്ഞ ചേട്ടന്റെ ഒരു ഉണ്ടാക്കിയ ഒരു കരകൗശല വസ്തു എനിക്ക് കിട്ടാനായിട്ടിടയായി. ഏറ്റവും സൂപ്പറായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഓൾറെഡി അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിലുള്ള എക്സ്പോയിൽ പോകാനും അതെല്ലാം അവിടെ നമുക്ക് പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് അവസരങ്ങളുണ്ട്, അവസരങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. നമ്മുടെ കഴിവുകളെയൊക്കെ വളർത്താനായിട്ട് ഇനിയും അവസരങ്ങൾ ഉണ്ടാകണം. അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. നമുക്ക് പലപ്പോഴും ചെയ്യുന്ന ആൾക്കാരെ, നമ്മുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദുർബല മനസ്സ് എന്നുള്ളത് പറഞ്ഞ പോലെ തന്നെയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ നെഗറ്റീവായിട്ട് കാണാനായിട്ട് നോക്കരുത്. നമുക്ക് അതിനേക്കാളും വലിയ കാര്യങ്ങൾ നമ്മൾ തേടിപ്പോകും. ആരുടെയെങ്കിലും ഒരു കുറവിനെയല്ല നമ്മൾ പൊക്കിപ്പിടിച്ച് കാണിക്കേണ്ടത്, മറിച്ച് അവനിലുള്ള നന്മ കണ്ടെത്താനും അതിന് വലുതാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഇടയിൽ പലപ്പോഴും നമുക്കൊരു നെഗറ്റീവ് സ്വഭാവങ്ങളുണ്ട്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ചെയ്യുന്ന കുറെ വ്യക്തികളുണ്ട്, പല മേഖലകളുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, അതിന്റെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് പ്രചരിപ്പിച്ചും നമ്മളും കൂടെ നിന്ന് ഒച്ചെടുക്കുന്നതോടൊപ്പം നമ്മളും കൂടെ നിന്ന് ഒച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കണം. നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ ബഹുമാനിക്കുക, ആദരിക്കുക, അവരോടൊപ്പം കൂടെ ആയിരിക്കുക. നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭിന്നശേഷിക്കാരായി നമ്മൾ തന്നെ ചിന്തിച്ചാൽ ഒന്നും നടക്കില്ല. പക്ഷെ മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഉയരങ്ങളിൽ എത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതിനായിട്ട് നല്ല മനസ്സോടെ, നല്ല ചിന്തയോടുകൂടെ തുടർന്ന് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ കാക്ഷിക്കുകയാണ്.
അപ്പൊ അതിനായിട്ട് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഔപചാരികമായ പേരിൽ യോഗം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇനി പുതുതായി ജോയിൻ ചെയ്ത സ്വർണ ജെയ്സൺ മാഡത്തെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സ്വർണ ജെയ്സൺ. ഞാൻ M.Com കഴിഞ്ഞൊരു സ്റ്റുഡന്റ് ആണ്. ദർശന സൊസൈറ്റിയുടെ പുതിയ മാനേജറായിട്ട് വരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന അച്ഛനും മറ്റെല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്ന് എന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടും സഹകരണവും ദർശന സൊസൈറ്റിക്ക് ഉണ്ടായിരിക്കും. ഇന്ന് മുഖ്യാതിഥിയായി ഏറെ സ്നേഹത്തോടെ ഇന്ന് എത്തിയിരിക്കുന്നത് ഡോക്ടർ അനിൽ മാധവൻ, BDS, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആദരവോടെയും ക്ഷണിക്കുന്നു. അപ്പോ എന്റെ പേര് അനീഷ്, ഞാന് BDS ആണ്. അപ്പം മെയിൻ ആയിട്ട് ലില്ലി ചേച്ചി പറഞ്ഞത് ദന്ത സംരക്ഷണത്തിനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു ചെറിയ അവയർനെസ് തരാനാണ് ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദന്ത സംരക്ഷണം, അതായത് സമ്പൂർണ്ണ ആരോഗ്യം നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രഷിങ് നമ്മൾ 2 നേരം, അതായത് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷം നിർബന്ധമായിട്ട് ബ്രഷ് ചെയ്യണം. അതായത് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത് രാത്രിയാണ്. രാവിലെ നമ്മൾ ബ്രഷ് ചെയ്യുന്നതിന്റെ ഉപകാരം എന്താന്ന് വെച്ചാൽ വായിലുള്ള സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യുന്നത്. രാത്രി ബ്രഷ് ചെയ്യുന്നതാണ് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ രാത്രി നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ വായില് ഉമിനീര് ഉൽപാദനം ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് ഉമിനീരാണ് നമ്മുടെ വായിലെ ബാക്ടീരിയനെ നശിപ്പിക്കുന്നതും അതേപോലെ തന്നെ വായിൽ പല്ലിന് കേടുവരുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നത്, അതായത് തടയുന്നത് ഈ പറയുന്ന ഉമിനീരാണ്. അപ്പൊ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉമിനീര് ഉണ്ടാവില്ല. അപ്പോ ആ സമയത്ത് വായില് ഭക്ഷണം അടിഞ്ഞിരിക്കുവാണെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ പല്ല് കേട് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ രാത്രി നിർബന്ധമായിട്ട് ബ്രഷ് ചെയ്യണം. അതേപോലെ തന്നെ രാവിലെ വായില ആ ഒരു നാറ്റം പോവാനായിട്ട് നമ്മൾ രാവിലെയും ബ്രഷ് ചെയ്യണം. കേൾക്കാനുണ്ടല്ലോ അല്ലെ? കേൾക്കാം കേട്ടോ. ആ ഓക്കെ. പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് പല്ല് ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ച്. അതായത് ഈ അൾട്രാസോണിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പല്ല് ക്ലീൻ ചെയ്യുന്ന കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ പല്ല് ക്ലീൻ ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ ഒരു 6 മാസം കൂടുമ്പോ പല്ല് ഡോക്ടറെ കണ്ടിട്ട് അവര് പറയും പല്ല് ക്ലീൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അവര് പറയും. അപ്പൊ നമ്മുടെ വായിൽ ഈ അടിഞ്ഞു കൂടിയിട്ടുള്ള ഫുഡിന്റെ മുകളിൽ ഈ ബാക്ടീരിയ വന്നിരിക്കുമ്പോഴാണ് ഈ പറയുന്ന പല്ലിൽ ഈ മോണയിൽ കാണുന്ന ഈ പല്ലിൽ കണ്ടില്ല മഞ്ഞ നിറത്തിൽ അടിഞ്ഞിരിക്കുന്നത്. ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ പല്ലിൽ കാണുക അങ്ങനെയായിരിക്കും. സോ അങ്ങനെ വരുമ്പോ നമ്മള് എപ്പോഴും ഒരു ദന്ത ഡോക്ടറെ കണ്ടിട്ട് പല്ല് 6 മാസം കൂടുമ്പോ ക്ലീൻ ചെയ്യണം. ഇത് അടിഞ്ഞിരിക്കുന്നത് മൂലം നമുക്ക് മോണരോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പല്ലും ഭക്ഷണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. തീർച്ചയായിട്ടും മധുരമുള്ളതും അതേപോലെ തന്നെ പല്ലിൽ ഒട്ടിപ്പിടിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് മൂലം വായല് പല്ലിന് കേട് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ കഴിവതും അത് ഒഴിവാക്കണം. ഇനി അടുത്തത് ദന്തക്ഷയം എന്ന് പറയുന്നത് അറിയാം, പല്ലിന് കേട് വരുന്നതാണ്. അപ്പൊ പല്ലിന് കേട് വരുന്നത് എങ്ങനെയാന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രം. ഈ പല്ലില് ഭക്ഷണം വന്നിരിക്കുമ്പോ, ഈ പല്ലിന്റെ മുകളിൽ ഭക്ഷണം വന്നിരിക്കുമ്പോ അതിന്റെ മുകളിൽ ബാക്ടീരിയകൾ വന്ന് ആക്ട് ചെയ്യും. അപ്പൊ ആ ബാക്ടീരിയ ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കും. ഈ ആസിഡ് നമ്മുടെ പല്ലിലുള്ള ഇനാമലിനെ ദ്രവിപ്പിച്ച് ഈ പല്ലിന്റെ ഏറ്റവും അടിയിൽ കാണുന്നതാണ് എന്ത്, പൾപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും മുകളിൽ ഇനാമൽ ഉണ്ട്, ഏറ്റവും ഉള്ളിൽ പൾപ്പ് ഉണ്ട്. പൾപ്പിലാണ് പല്ലിന്റെ ഞരമ്പ് ഇരിക്കുന്നത്. അപ്പൊ ഈ കേട് പ്രോഗ്രസ് ചെയ്ത് കൂടി നമ്മുടെ പൾപ്പ് വരെ എത്തുവാണെങ്കിൽ നമുക്ക് വേദന അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പൾപ്പ് വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. ഇതിപ്പോ ഇനാമല് വരെയോ അഥവാ അതിന്റെ തൊട്ടടിയിലുള്ള ലെയർ വരെ മാത്രമേ കേട് എത്തിയിട്ടുള്ളൂ, ബാക്ടീരിയയുടെ ആ കേട് എത്തിയിട്ടുള്ളൂ എങ്കിൽ നമുക്ക് പല്ല് സാധാരണ പോലെ അടയ്ക്കാം. ആ കേട് പൾപ്പ് വരെ എത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ചിത്രം കണ്ടാൽ അറിയാം അത് പൾപ്പ് വരെ ഏറ്റവും അടിയിൽ വരെ എത്തി. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക,
റൂട്ട് കനാൽ പോലത്തെ ചികിത്സ ചെയ്യേണ്ടി വരാം. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യണമെങ്കിലും പല്ല് ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. രണ്ടു നേരം ബ്രഷ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പുളിപ്പോ സാധാരണ പോലെ എന്തെങ്കിലും ചെറിയ സിംറ്റംസ് കാണുമ്പോൾ തന്നെ ദന്ത ഡോക്ടറെ കാണേണ്ടതാണ്. ഇനി പലരും ചോദിക്കാറുണ്ട് ഈ പ്രമേഹവും ദന്ത സംരക്ഷണവും തമ്മിലുള്ള ബന്ധം. ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ, അതായത് ഡയബറ്റിസ് ഉള്ളവർ, ഷുഗർ പേഷ്യൻസിന് കാണുന്ന ഒരു അസുഖമാണ് മോണരോഗങ്ങൾ. അതായത് മോണ വീക്കം ഉണ്ടാവാനുള്ള വളരെ സാധ്യതകൾ കൂടുതലാണ് ഈ പറയുന്ന ഡയബറ്റിസ് അഥവാ ഷുഗർ പേഷ്യൻസിന്. അപ്പൊ അങ്ങനെയുള്ള ആളുകളും പല്ല് ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണം. അത് മാത്രമല്ല, ഈ പറയുന്ന ഷുഗർ കൺട്രോളിൽ വെക്കണം, അല്ലെങ്കിൽ മോണരോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. മോണരോഗങ്ങൾ ഉള്ളവർക്ക് അതുപോലെ തന്നെ അവർക്ക് ഷുഗറും കൂടെ ഉണ്ടെങ്കിൽ ഹാർട്ട്, കിഡ്നി പോലത്തെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ മോണരോഗം ഒരിക്കലും ചെറിയൊരു രോഗമായിട്ട് കണ്ട് അതിനെ അവോയ്ഡ് ചെയ്യരുത്. വേദന വരുന്നവരെ കാത്തു കെട്ടിയിരിക്കരുത്. ചെറുതായിട്ട് പല്ലിന് ബ്ലീഡിങ് വരുമ്പോഴോ അഥവാ ഈ പല്ലിന് കാണുന്ന പോലെ തന്നെ ചുവപ്പ് നിറം കാണാം, വായിൽ ഇതുപോലെ നേരത്തെ അടിഞ്ഞിരിക്കുന്ന പോലത്തെ പദാർത്ഥങ്ങൾ കാണുവാണെങ്കിൽ അപ്പൊ തന്നെ ഒരു ദന്ത ഡോക്ടറെ കണ്ട് പല്ല് ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കണം. അല്ലെങ്കിൽ അത് പിന്നീട് സിവിയർ ആയിട്ടുള്ള മോണരോഗങ്ങളായി മാറാനും അതുപോലെ തന്നെ അത് നമ്മുടെ ഹാർട്ട്, കിഡ്നി പോലത്തെ അവയവങ്ങളെ എഫക്ട് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി പല്ലിന്റെ ഇടയിൽ ഫുഡ് ഇരിക്കുക എന്ന് പറയുന്നത് പലരും ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള കാര്യങ്ങളാണ്. അപ്പൊ പല്ലിന്റെ ഇടയിൽ ഫുഡ് ഇരിക്കുമ്പോ എങ്ങനെയാന്ന് വെച്ചാൽ ആ പല്ലിന്റെ ഇടയില് എല്ലുണ്ടാവുമല്ലോ, എല്ലിലാണ് നമ്മുടെ പല്ലുകൾ ഇരിക്കുന്നത്. അപ്പൊ ഈ പല്ലിന്റെ ഇടയിലുള്ള എല്ല് ദ്രവിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് ഈ ഫുഡ് കയറി ഇരിക്കുവാണെങ്കിൽ. അപ്പൊ അത് പിന്നീട് വേദനയായിട്ട് മാറും. അപ്പൊ സ്ഥിരമായിട്ട് അങ്ങനെ പല്ലിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഉള്ളിൽ ഫുഡ് കയറി ഇരിക്കുവാണെങ്കിൽ ഈ മുകളിൽ കാണിച്ച പോലത്തെ ഇവിടെ കാണുന്ന പോലത്തെ പല്ലിന്റെ ഇടയിൽ വൃത്തിയാക്കാനുള്ള ഇന്റർഡെന്റൽ ബ്രഷുകൾ കിട്ടും. പല്ലിന്റെ ഇടയിൽ വൃത്തിയാക്കാനുള്ളത്, പല്ലിയുടെ സംരക്ഷിക്കാനായിട്ടുള്ള ബ്രഷുകൾ കിട്ടും. ആ ബ്രഷുകൾ ഉപയോഗിച്ചിട്ട് പല്ലിന്റെ ഇടയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതായത് സ്ഥിരമായിട്ട് അങ്ങനെ ബ്രഷിൽ പല്ലിന്റെ ഇടയിൽ കയറിയിരിക്കുന്നവരാണെങ്കിൽ, അതായത് ഫുഡ് കയറിയിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ മോണരോഗം കുറയാനും അതേപോലെ തന്നെ പല്ലിന്റെ ഇടയിലുള്ള വേദന കുറയാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി ശരിയായിട്ട് എങ്ങനെ ബ്രഷ് ചെയ്യണം, ഏത് പേസ്റ്റ് ഉപയോഗിക്കണം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ശരിയായിട്ട് എങ്ങനെ ബ്രഷ് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മളൊരു 45 ഡിഗ്രി ആംഗിളില് ബ്രഷ് പിടിക്കണം. അതായത് ഒന്ന് ചെരിച്ച് വേണം ബ്രഷ് പിടിക്കാനായിട്ട്. അതായത് പല്ലിനും മോണയിനും ഒരു ആംഗിളില് ബ്രഷ് പിടിച്ചിട്ട് മുകളിലെ പല്ലുകള് മുകളിൽ നിന്ന് താഴോട്ടും താഴത്തെ പല്ലുകള് താഴെ നിന്ന് മുകളിലോട്ടുമായിട്ട് വേണം ബ്രഷ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ പല്ലിന്റെ ഉൾവശം ബ്രഷ് ചെയ്യാൻ പലരും മറക്കും. ഇത് പല്ലിന്റെ ഉൾവശം ബ്രഷ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ 5ാമത്തെ പിക്ചർ നോക്കിയാൽ അറിയാം. ഉള്ളില് ബ്രഷ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ പല്ലിന്റെ പല്ല് ചവയ്ക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ചവയ്ക്കുന്ന ഭാഗവും ബ്രഷ് ചെയ്യണം. ഒരിക്കലും അമർത്തി ബ്രഷ് ചെയ്യരുത്. നമ്മൾ 2 മിനിറ്റിൽ കൂടുതൽ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ കുറവ് പേസ്റ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി. സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണം ബ്രഷ് ചെയ്യാനായിട്ട്. സോഫ്റ്റ് ബ്രഷ്, കുറച്ച് പേസ്റ്റ്, അതേപോലെ 2 മിനിറ്റ് മാത്രം ഈ പറഞ്ഞ രീതിയിൽ ബ്രഷ് ചെയ്യാം. ഒരിക്കലും അമർത്തി ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ബ്രഷ് ചെയ്യരുത്. വെർട്ടിക്കലി, അതായത് താഴ്ത്തോട്ടും മുകളിലോട്ടും വേണം ബ്രഷ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ഹൊറിസോണ്ടലി ഇങ്ങനെ ബ്രഷ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും വെച്ചാൽ അവിടെ തേയ്മാനം വരാനുള്ള സാധ്യതയും പിന്നീട് പുളിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അതേ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ നാക്കും ക്ലീൻ ചെയ്യാം. അതേ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ നാക്കും ക്ലീൻ ചെയ്യേണ്ടത്. നാക്ക് ക്ലീൻ ചെയ്യുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മോണരോഗങ്ങള് ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. മോണരോഗങ്ങൾ അകറ്റാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പല്ല് ക്ലീൻ ചെയ്യുന്നതാണ് വേണ്ടത്. സ്ഥിരമായിട്ട് 6 മാസം കൂടുമ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ക്ലീൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ബ്രഷിംഗ് ഒക്കെ ചെയ്യുക. ഇതൊന്നും ചെയ്യാതെ ഒരു പ്രത്യേക സാഹചര്യത്തിലോട്ട്, ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലോട്ട് പോയാൽ ശസ്ത്രക്രിയ വേണ്ടി വരും. അതായത് ഫ്ലാപ്പ് സർജറി എന്ന് പറയും. മോണ കീറി അതിലത്തെ അഴുക്ക് എടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഈ മോണരോഗം അകറ്റാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥ നമുക്ക് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ, വരാതിരിക്കണമെങ്കിൽ ആദ്യമേ പല്ല് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികളുടെ ദന്ത സംരക്ഷണം എന്ന് പറയുന്നതും അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പലരും എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, കുട്ടികൾക്ക് എന്തിനാണ് റൂട്ട് കനാല് ചെയ്യേണ്ടത്, കുട്ടികളുടെ പല്ല് അടയ്ക്കേണ്ട ആവശ്യം എന്താ, അത് പോയി വരുന്ന പല്ലല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. കുട്ടികളുടെ ദന്ത സംരക്ഷണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കുട്ടികൾക്ക് പല്ല് കേട് വന്നു തുടങ്ങുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് അടയ്ക്കാൻ പറ്റും. പിറ്റ് ആൻഡ് ഫിഷർ സീലന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെച്ചിട്ട് നമുക്ക് പല്ല് അടയ്ക്കാൻ പറ്റും, ഒരു കേട് പോലെ കാണുമ്പോ തന്നെ. അതേപോലെ തന്നെ പല്ല് അഥവാ എടുക്കേണ്ടി വരുവാണെങ്കിൽ, കുട്ടികളുടെ പല്ല് എടുക്കേണ്ടി വരുവാണെങ്കിൽ, അതായത് പല്ല് സാധാരണ പറഞ്ഞു പോകുന്ന സമയത്തിന് മുന്നേ പല്ല് പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സ്പേസ് മെയിൻറ്റെയിനർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും. അത് പല്ല് ഡോക്ടറെ അടുത്ത് പോയാലായിരിക്കും അവർ പറയാ അതിനെ കുറിച്ച്. അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്പേസിനെ, ആ ഒരു ഗ്യാപ്പിനെ നമ്മൾ നിലനിർത്തണം. കാരണം ആ പോയ പല്ലിന്റെ സ്ഥാനത്ത് പുതിയ പല്ല് വരണം. ആ ഗ്യാപ്പ് ഇല്ലെങ്കിലാണ് പല്ല് നിര തെറ്റി വരുന്നത്. അപ്പൊ ആ നിര തെറ്റി പല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല്ല് കൃത്യസമയത്താണ് പോകേണ്ടത്. കൃത്യസമയത്ത് പോവാതിരിക്കുമ്പോ എന്താ ഉണ്ടാവാന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തെ പല്ല് ആ ഗ്യാപ്പിലോട്ട് നീങ്ങും. ഗ്യാപ്പിലോട്ട് നീങ്ങി കഴിഞ്ഞു വെച്ചാൽ എന്തുണ്ടാവും, അടുത്ത പല്ലിന് വരാനുള്ള ഗ്യാപ്പ്, അതായത് സ്ഥിരപ്പല്ലിന് വരാനുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ടാവില്ല. അതായത് ഈ പഴയ പല്ലുകൾ, ഈ മിൽക്ക് ടീത്ത് എന്ന് പറയും, കോമളദന്തം എന്ന് പറയും, ആദ്യം വരുന്ന പല്ല്, ആ ആദ്യം വരുന്ന പല്ല് നേരത്തെ പോവാണെങ്കിൽ ഈ പെർമനന്റ് ആയിട്ടുള്ള സ്ഥിരപ്പല്ലിന് വരാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പൊ ആ ഗ്യാപ്പ് നിലനിർത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് അങ്ങനെ പറിക്കേണ്ടി വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പേസ് മെയിൻറ്റെയിനർ ഉപയോഗിച്ചിട്ട് അതിനെ നിലനിർത്തണം. അല്ലെങ്കിൽ അത് പിന്നീട് പല്ല് വളരെയധികം നിരതെറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പല്ലുകൾ റൂട്ട് കനാല്, കുട്ടികളിൽ റൂട്ട് കനാല് ചെയ്ത് നിലനിർത്തുന്നത്, പിന്നീട് നിരതെറ്റി വരാതിരിക്കാനായിട്ട്. നിർബന്ധമായിട്ട് കുട്ടികളെ കൊണ്ട് 2 നേരം ബ്രഷ് ചെയ്യിപ്പിക്കണം. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ വളരെ ചെറിയ കുട്ടികളാണ്, പാല് കുടിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ ഒരിക്കലും പാല് കുടിച്ചുകൊണ്ട് കിടന്നുറങ്ങാൻ സമ്മതിക്കരുത്. വായിൽ കുടിക്കുന്ന ബോട്ടിൽ വെച്ചിട്ടോ, അഥവാ മുലയൂട്ടുന്ന പ്രായമാണെങ്കിൽ മുലയൂട്ടിക്കൊണ്ട് അതേപോലെ കിടത്തി ഉറക്കരുത്. വായ കഴുകിച്ച് വേണം കിടത്തി ഉറക്കാനായിട്ട്. വായിൽ ഈ പാലിരുന്നിട്ട് അങ്ങനെ കിടന്നുറങ്ങുവാണെങ്കിൽ ആ പാലില് ഉള്ള, അതായത് പാല് എന്ന് പറയുന്നത് ഷുഗർ തന്നെയാണ്, ആ ഷുഗർ കാരണം, മധുരമുള്ള ഒരു സംഭവമാണല്ലോ, അത് കാരണം വീണ്ടും വായിൽ ബാക്ടീരിയ വരാനും പല്ലിന് കേട് വരാനും വളരെയധികം സാധ്യതയുണ്ട്. അപ്പൊ കുട്ടികളുടെ വായ കഴുകിച്ച് വേണം കിടത്തി ഉറക്കാനായിട്ട്. കുട്ടികളിലും പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ഞാൻ വളരെയധികം ഷോർട്ടായിട്ടൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. യൂസ്ഫുൾ ആയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ സാധാരണ എല്ലാവരും പറയുന്ന, കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഡൗട്ട്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ചെറിയ സെഷൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെ ബ്രഷ് ചെയ്യണം, ഏത് പേസ്റ്റ് ഉപയോഗിക്കണം, ഏത് ബ്രഷ് ഉപയോഗിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പല്ല് കെട്ടുന്ന കാര്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്, അത് ഞാൻ അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, എല്ലാവർക്കും അങ്ങനെ താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോ മെയിൻ ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്തതായി വളരെ ആത്മവിശ്വാസത്തോടെ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് മിടുക്കനായ ജിഫിൻ KJയെ നന്ദി പറയുന്നതിനായി ക്ഷണിക്കുന്നു. ജിഫിൻ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ പറയുന്നത്? കേൾക്കാം, പറഞ്ഞോട്ടോ. ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നന്ദി പറയുക എന്നതാണ്. ആദ്യമായി ഞാൻ നന്ദി പറയുന്നത് നമ്മുടെ അധ്യക്ഷനായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ഷിബിൻ ഹാരി പ്രസിഡന്റിനോടാണ് ഞാൻ നന്ദി പറയുന്നു. ഇനി അടുത്തത് നന്ദി പറയുന്നത് ദർശന ക്ലബ് ഡയറക്ടറായ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത സോളമൻ കടമ്മ പറമ്പിൽ അച്ഛനോടാണ്. ഇനി അടുത്തതായി നന്ദി പറയുന്നത് നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന, നമ്മുടെ പല്ലുകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്ന തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അനീഷ് മാധവ് സാറിനോടാണ്. ഇനി അടുത്തതായി ഞാൻ നന്ദി പറയുന്നത് ഈ പരിപാടി അവതരിപ്പിച്ച ലീന MJ നാട്ടികയോടാണ്. ഇനി നന്ദി പറയാനുള്ളത് സ്വാഗതം പറഞ്ഞ ഷാലി വെങ്ങിനശ്ശേരിയോടാണ്. ഇനി നന്ദി പറയുന്നത്
ഇനി നന്ദി പറയുന്നത് പ്രാർത്ഥന ചൊല്ലിയ കുമാരി ബിന്ദു കെ ഡി എന്ന വ്യക്തിയോടാണ് നന്ദി പറയാനുള്ളത്. അടുത്തതായി നന്ദി പറയാനുള്ളത് റിപ്പോർട്ട് വായിച്ച ജോസ് കൊരട്ടി ചേട്ടനോടാണ്. അടുത്ത നന്ദി പറയാനുള്ളത് നമ്മുടെ എല്ലാം PRO ആയ പിയൂസ് ചേട്ടനോടാണ്. ഇനി നന്ദി പറയാനുള്ളത് ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരോടും ദർശന ക്ലബിന്റെ പേരിലും എന്റെ പേരിലും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു. കഴിഞ്ഞു. ഓക്കെ, അടുത്ത പരിപാടി എന്ന് വെച്ചാൽ യോഗം അവസാനിപ്പിക്കും തൊട്ട് മുമ്പ്